ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? ഞാനത് അവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നേ ഹോസ്പിറ്റൽ വരെ പോവാം കേട്ടോ. ചേച്ചിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഐ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ നല്ല മഴയായിരുന്നേ. നമ്മൾ ഓട്ടോ കാത്ത് നിൽക്കുവാണ്, ഓട്ടോ കിട്ടിയേ. അപ്പോൾ മഴ ആയതുകൊണ്ട് ഇസമോള് നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഇസമോളെ വീട്ടിൽ അമ്മേൻ്റെ അടുത്താക്കിയിട്ട് ഞാനും ചേച്ചിയും മോനും കൂടിയാണ് പോകുന്നത്. അപ്പം നമ്മൾ ബത്തേരി കരുണ ഹോസ്പിറ്റലിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ചേച്ചി അതാ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് പോയി. അപ്പോൾ ഞാൻ പുറത്തൊക്കെ എടുത്തതാണേ. അപ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മൾ നഗ്നമായ സത്യം തിരിച്ചറിഞ്ഞത്, എൻ്റെ ചേച്ചിയുടെ 2 കണ്ണിനും കാഴ്ചയില്ല എന്നുള്ളത്. അപ്പം നമ്മൾ ശരിക്കും ഈ ഒരു ലൈസൻസിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയതല്ല, അത് കാഴ്ചക്കുറവ് അങ്ങനത്തെ ഒന്നും തോന്നിയിട്ടല്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു 2 കണ്ണിനും കാഴ്ചക്കുറവുണ്ട്, മരുന്ന് ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞാണേ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് വന്നതാട്ടോ. ഐ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് എന്താ പറയുക പൈസയൊക്കെ പൊടിക്കണം എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ പുറഞ്ചം ഷോപ്പ് ചെയ്തു കേട്ടോ. കിവി എനിക്കിഷ്ടമുള്ള ഫ്രൂട്ടാണ് ഇത്, കിവി. പിന്നെ ഇതൊക്കെ ചേച്ചിക്കാട്ടോ മേടിച്ചത്, ഫ്രൂട്ട്സും മറ്റേ പച്ചക്കറികളൊക്കെ. ഞാൻ പിന്നെ നമുക്ക് കുക്കിംഗ് വീഡിയോസിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ബൗളും പാത്രങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പം ഞാൻ ആ സെക്ഷനിലോട്ട് അങ്ങ് നോക്കി. നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല വിലയായിരുന്നു. നോക്കി പിന്നെ ചേച്ചി അവിടെ സവാളയൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. സവാളയ്ക്ക് പച്ചക്കറിക്ക് നല്ല വിലക്കുറവുണ്ടായിരുന്നേ. നമ്മൾ ഓഫറുള്ള ദിവസമായിരുന്നു പോയത്, അതുകൊണ്ട് നല്ല വിലക്കുറവുണ്ടായിരുന്നു. ഈ പ്ലേറ്റ് കാണാൻ നല്ല ഭംഗിയില്ലേ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ചില്ലാണ് ഇത്, 100 സംതിങ് എങ്ങാണ്ടാണ് കേട്ടോ ആ ഒരെണ്ണത്തിന് വില വരുന്നത്. എനിക്കത് അടിയിലിരിക്കുന്ന ഡിസൈൻ നല്ല ഇഷ്ടപ്പെട്ടു. അതെന്തായാലും ഇതിൻ്റെ ഒരു കണ്ണ് അവിടെ പതിപ്പിച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. അതെന്തായാലും ഞാൻ അടുത്ത ദിവസം വാങ്ങും. അപ്പം പിന്നെ നമ്മൾ അധിക സമയമൊന്നും അവിടെ ചുറ്റിപ്പറ്റി നിന്നില്ല. വേഗം കുറച്ച് സാധനങ്ങളൊക്കെ പെറുക്കി വീട്ടിലേക്ക് അങ്ങ് പോയി. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഈ കണ്ണിൻ്റെ കാഴ്ചയില്ലാത്ത കാര്യം എല്ലാവരോടും പറയണ്ടേ. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ.